ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിൽക്കുന്ന ഒരു എടപ്പാളാണ്. എൻ്റെ സുഹൃത്ത് ഇവിടെ ഒരു പുതിയ ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ നാട്ടുകളിലൊക്കെ ഉള്ള പഴയ കാലത്തൊക്കെ മരത്തിനൊരു കേടുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ മരങ്ങൾക്കൊക്കെ ഒരുപാട് കംപ്ലൈന്റുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സിമെന്റിന്റെ കട്ടിലും അതുപോലെ തന്നെ ഇരുമ്പിന്റെ കട്ടിലൊക്കെ മാറ്റി വരികയാണ്. അപ്പൊ ഇത്തരം വീടുകളിലൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ഈ മരത്തിന്റെ കട്ടിൽ വെക്കുമ്പോൾ ചെതലിന്റെ ഒരു വലിയൊരു വിഷയം ഉണ്ടാവും. അപ്പൊ ചെതൽ വരില്ല എന്നുള്ളതിന് 100% ഗ്യാരന്റിയോട് കൂടി എൻ്റെ സുഹൃത്ത് ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ആ പരിപാടി ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം. പുതിയ വീട് എടുക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം, പഴയ വീടുള്ള ആളുകൾ എന്ത് ചെയ്യണം, വീട് പണി കഴിഞ്ഞവർ എന്ത് ചെയ്യണം, ഇതിനെക്കുറിച്ച് A to Z കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നമുക്ക് ഇദ്ദേഹത്തോട് ചോദിച്ചറിയാം. എന്ത് ചെയ്യണം, പുതിയതായിട്ട് വീടെടുക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം, പഴയ വീട് എന്ത് ചെയ്യണം, അങ്ങനെ എല്ലാ കാര്യവും ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് അറിയാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കട്ടോ. എന്നാ പിന്നെ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയും വേണം അയക്കുന്ന വെച്ചാൽ. അപ്പോ ഇദ്ദേഹമാണ് നമ്മളെ സുഹൃത്ത് സക്കരി, വെങ്ങാടാണ് സ്വദേശം. അപ്പോ ഇദ്ദേഹത്തിന്റെ A to Z കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ചോദിച്ചറിയാം. എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാം. എന്താണ് ഇതിന്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞ. നമ്മള് ചെയ്യുന്ന വെച്ചാല് നമ്മളെ വീടുകൾക്കൊക്കെ ഇപ്പൊ മരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കി തുടങ്ങിയാണ് കുറെയൊക്കെ. അത് എന്താ കാരണം എന്ന് വെച്ചാല് ഒക്കെ ഈ ചെതലിന് ശല്യം കൊണ്ടാണ് കൂടുതലും ഈ മരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇരുമ്പിലേക്കും സിമെന്റിലേക്കും വന്നത്. അതെ അതെ അതെ. അപ്പൊ നമ്മള് ചെയ്യുന്നത് ഈ മരത്തെ നിർത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ ഇതിനെ ചെതലിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് കെമിക്കൽ ചെയ്തു. അത് നമുക്ക് 2-3 സ്റ്റേജുകളിൽ ഇത് ചെയ്യാൻ കഴിയും. ഒന്ന് തറയിൽ ചെയ്യുന്നത്, മണ്ണിൽ ഫുള്ളായിട്ട് ചെയ്യുന്നത് ചെയ്യാൻ കഴിയും. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ് നമ്മള് ഫ്ലോറിങ് കഴിഞ്ഞതാണെങ്കിൽ ടൈൽസോ മാർബിളൊക്കെ കഴിഞ്ഞാലും നമുക്ക് തേപ്പ് കഴിഞ്ഞ് താമസമുള്ള വീട് വരെ നമുക്ക് ചെയ്യാൻ കഴിയും. അതെ. അപ്പൊ അതിന് നമുക്ക് ആ സ്റ്റേജ് ചെയ്യുമ്പോൾ നമുക്ക് ചുമരിന് മാത്രം നമുക്ക് ഡ്രില്ല് ചെയ്തിട്ട് ഹോൾ അടിച്ചിട്ട് പിന്നെ അതിൽ 2-3 റൗണ്ട് നമ്മൾ കെമിക്കൽ അതിൽ ഇഞ്ചക്ട് ചെയ്യാനാണ് അതിന്റെ ആ ഒരു സ്റ്റേജ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിന്റെ തറയിൽ ചെയ്യുന്ന സ്റ്റേജാണ്. ഇത് അതായത് വീട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോ ടൈൽസ് വർക്കൊക്കെ എടുക്കുന്നതിന് മുമ്പ്. അതെ അതെ. ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് ചെയ്യാനുള്ളത് ഇതിന്റെ PCC കോൺക്രീറ്റ് ആണ്. ഇത് നമ്മൾ കോൺക്രീറ്റ് ചെയ്യാതെ മണ്ണിലാണ്, മണ്ണ് കളച്ചാഞ്ഞിട്ടേ ഉള്ളൂ. അതെ. അപ്പൊ അതുപോലുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇപ്പൊ ഇത് ഇനി കഴിഞ്ഞ ഉടനെ നമുക്ക് ഇനി ഇതിന്റെ കോൺക്രീറ്റ് വർക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത് നമ്മൾ എത്ര വർഷം ഗ്യാരണ്ടി എങ്ങനെയാണ് ഇതിന്റെ കണക്ക്? നമുക്ക് ഈ സ്റ്റേജിലാണെങ്കിൽ നമുക്ക് ഷുവർ ആയിട്ട് 10-15 വർഷത്തെ ഗ്യാരണ്ടി നമുക്ക് ഇപ്പൊ തന്നെ കൊടുക്കാം, കിട്ടും, ലൈഫായിട്ട് കിട്ടും. അതെ അതെ. അത് കിട്ടും. അപ്പൊ ഇതിന്റെ പരിപാടികൾ എന്തൊക്കെയാണ്, എങ്ങനെ കെമിക്കൽ എങ്ങനെയാണ് പരിപാടി? കെമിക്കൽ നമുക്ക് ബയർ എന്ന് പറഞ്ഞ കമ്പനിയുടെ മരുന്നുണ്ട്, അതേപോലെ ടാറ്റന്റെ മരുന്നുകളുണ്ട്. ഇത് പിന്നെ നമുക്ക് 1 ലിറ്ററിലേക്ക് ഒരു 2 ml, 1.5 ml മുതൽ 2-2.5 ml വരെ നമുക്ക് 1 ലിറ്ററിലേക്ക് ഇത് ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ പിന്നെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ഇതിന്റെ ലിക്വിഡ്, ഈ കെമിക്കല് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് 1 ലിറ്റർ വെള്ളത്തിലേക്ക് 2.5 ml വരെ മാക്സിമം നമുക്ക് പിന്നെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫ്ലോറിൽ മരത്തിന്റെ വെച്ചാല് നമ്മള് ഫ്ലോറിന്റെ സൈഡില് നമ്മൾ ചുമരിന്റെ വാളുണ്ടല്ലോ, വാളിന്റെ സൈഡിൽ കൂടി നമ്മൾ ചെറിയ ചാല് കീറി കൊടുക്കും. അതുപോലെ തന്നെ ഓരോ 2 അടിക്ക് നമ്മൾ ഓരോ കുഴികൾ അടിച്ചു കൊടുക്കും ഫ്ലോറിൽ. ഇതുപോലെ തന്നെ ഇങ്ങനെ ഓരോ കുഴികള് ഇങ്ങനെ ഓരോ കുഴികള് നമ്മൾ ചെയ്തിട്ട് അതിലാണ് പിന്നെ നമ്മള് ഈ പിന്നെ മരുന്ന് അതിൽ നമ്മള് സൈഡിൽ ഇതുപോലെ തന്നെ ഇങ്ങനെ ചാല് കീറി. ഇതുപോലുള്ള കട്ടിലിന് നമുക്ക് എങ്ങനെ വെക്കാൻ കഴിയുക? ഇതിനെന്ന് വെച്ചാൽ ഈ സ്റ്റേജിൽ നമുക്ക് ഇതിന് കുറച്ച് ഹൈറ്റിൽ നിന്ന് നമ്മൾ ഇതിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ചുമരിന്റെയും ഈ ഒരു സ്റ്റേജിൽ 3-4 കല്ലിന്റെ ഹൈറ്റിൽ നമ്മൾ മൊത്തത്തിൽ ഒഴിച്ചിട്ട് പിന്നെ ഈ തറയിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ നമ്മളിത് കെമിക്കൽ ചെയ്തു കൊടുക്കുന്നത്. അതെ അതെ. അതാണ് നമുക്ക് ഇത്രയും വർഷത്തെ ഒരു പിന്നെ ഇത് കൊടുക്കാൻ കഴിയുന്നത്. അതെ അതെ അതെ. ഇപ്പൊ ഇതാണ് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ മിക്സ് ചെയ്ത കെമിക്കലാണ്. ഇത് നമ്മൾ ആ ചെയ്ത കുഴികളില് ഇതുപോലെ പിന്നെ ഒഴിച്ചു കൊടുക്കും. അപ്പൊ ഇതെന്ന് വെച്ചാൽ ഈ മണ്ണിൽ നമ്മൾ ഇതിങ്ങനെ ഇറങ്ങിയിട്ട് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയിട്ട് അടിയിൽ ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അതെ അതെ. 2 അടി ഗ്യാപ്പാണ് പറഞ്ഞത്. 2 അടി ഗ്യാപ്പിൽ ഇങ്ങനെ പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഈ മണ്ണിലാണ് മിക്സ് ആയി പോകുന്നത്. ഇത് ഉണങ്ങി പോകും. പിന്നെ ഇത് നമ്മൾ തൂർത്തിട്ട് പിന്നെയാണ് ഇതിന്റെ മുകളിൽ നമ്മളുള്ള കോൺക്രീറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. നമ്മളിപ്പോ ഇതിപ്പോ മരത്തിന്റെ വലിയൊരു ഡോറാണ്. അതിന്റെ ഫ്രെയിമില് നമ്മൾ ഇതിന്റെ സൈഡിൽ കൂടി നമ്മൾ ഇതുപോലെ തന്നെ പിന്നെ കെമിക്കൽ ഒഴിച്ചു കൊടുക്കും.
ഈ സൈഡിൽ കൂടെ കോൺക്രീറ്റ് ഉണ്ട്. ഇപ്പൊ ഇത് ഈ വീടിന് അത്രയും സേഫ്റ്റി ആയിട്ട് അവർ കുറെ ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ. അതായത് ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്, അടിയിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ജനലിനൊക്കെ സൈഡിൽ നമ്മളെ ഹോളോ ബ്രിക്സ് ആയിട്ടാണ് പടുത്തുള്ളത്. അപ്പൊ അത് അവര് കൂടുതൽ സേഫ്റ്റി ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് പിന്നെ നമ്മളെ ഈ ഒരു വർക്കും കൂടി ചെയ്തത്. നമ്മളിത് പിന്നെ ഇപ്പൊ ഈ സ്റ്റേജിൽ ചെയ്യുന്ന കാര്യങ്ങൾ തേക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഈ പറഞ്ഞതല്ലോ. ഇനി നമ്മൾ തേച്ച് കഴിഞ്ഞ് ഫിനിഷിംഗ് സ്റ്റേജിലാണെങ്കിൽ നമ്മൾ ഇതിനൊക്കെ ഈ സൈഡിലൂടെ നമ്മൾ ഡ്രില്ല് ചെയ്തിട്ട് ഹോൾ അടിക്കാണ് ചെയ്യുക. ഹോൾ അടിച്ചിട്ട് ഒരു പിന്നെ ഇതിന്റെ പിന്നെ ഒരു 1.5 അടി 2 അടി ഹൈറ്റില് ഒക്കെ ഗ്യാപ്പില് പിന്നെ ഹോൾ അടിക്കും ഈ ഡ്രിൽ ബിറ്റ് വെച്ചിട്ട്. എന്നിട്ട് അതിൽ നമ്മൾ 3 റൗണ്ട് ഈ കെമിക്കല് പിന്നെ ഇഞ്ചക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ അതിലൊരു മരുന്ന് പിന്നെ ചെയ്തിട്ടുള്ള ഒരു ചോക്ക് വെച്ചിട്ട് നമ്മൾ അടച്ചിട്ട് ക്ലിയർ ചെയ്തിട്ടാണ് പിന്നെ അത് ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ഫ്ലോറിൽ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും ബെറ്റർ പിന്നെ സ്റ്റേജ് ആണ് ഈ ഒരു ഫ്ലോറിൽ ഈ മണ്ണിൽ ചെയ്യാന്നുള്ളത്. വീട് പണി കഴിഞ്ഞു, ചെതല് പിടിച്ചതുണ്ടാവും, ചെതല് പിടിക്കാനുള്ളതുണ്ടാവും. അപ്പൊ അത് നമ്മൾ എങ്ങനെ കഴിയും? ചിലപ്പോ 10 വർഷം ആയ വീടുകൾ ചെതലൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല, മരത്തിന്റെ കട്ടിലായിരിക്കും. നമുക്ക് താമസമുള്ള വീടുകൾ ഒക്കെ പിന്നെ കുറെ വീടുകളൊക്കെ ജനലിന് കട്ടിലൊക്കെ പിന്നെ വാതിലൊക്കെ മൊത്തത്തിൽ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും നമ്മളിപ്പോ അടിയൊക്കെ ഭാഗത്തേക്ക് ചിലപ്പം കൂടുതൽ വന്നിട്ടുണ്ടാവും. അതായത് ചുമന്റെ ഭാഗത്തൊക്കെയാണ് കൂടുതൽ ചെതില് ആദ്യം കാർന്ന് തിന്ന് വരിക. പിന്നീടാണ് പിന്നെ പെയിന്റിന്റെ ഭാഗം മാത്രം നിൽക്കുന്നതൊക്കെ ഉണ്ടാവുക. സൗണ്ട് വൃത്തിയാക്കാലേ അറിയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സ്റ്റേജ് വരെ നമുക്ക് നിർത്താൻ കഴിയും. അതുവരെ നിർത്താം, അവിടുന്ന് പിന്നെ പോകില്ല. അപ്പൊ തുടക്കക്കാർക്കൊക്കെ നല്ല സുഖമാണ്. അതായത് ചെതല് പിടിച്ച് തുടങ്ങിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കുറെ ഡ്രില്ല് ചെയ്താണ്ട് ഹോൾ ചെയ്യാണ്ട് പിന്നെ എന്തൊരു ചോക്ക് പോലുള്ള ചോക്ക് നമ്മൾ കെമിക്കലും പിന്നെ ചെയ്തിട്ടുള്ള ചോക്കാണ്. അത് ഇതിൽ പിന്നെ ഹോളിൽ നമ്മൾ ഇതിൽ നടക്കും. എന്നിട്ടാണ് ഇത് നമ്മള് അതും നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. അത് നമുക്ക് നമ്മൾ ആ ചെയ്യുന്ന ഭാഗങ്ങൾക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് പോകാൻ ഗ്യാരണ്ടി കൊടുക്കാം. അവിടെ 15 വർഷം അല്ലെങ്കിൽ നമ്മൾ പിന്നെ മാക്സിമം കൊടുക്കുക. ഒരു പിന്നെ 8 വർഷത്തിന്റെ വരെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നീട് എന്താ വെച്ചാൽ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് മരുന്ന് ഈ പിന്നെ ഇത്ര ഹോളിലല്ല നമ്മൾ ചെയ്യുന്നത്. ഈ പിന്നെ ചുമരിന് മൊത്തമായിട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ആ കൊടുക്കുന്ന ഭാഗങ്ങൾ നമുക്ക് എന്തായാലും പിന്നെ അത് വരില്ല, മരത്തിന് വരില്ല. അങ്ങനെ പിന്നെ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വീട് പണിയൊക്കെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ നമ്മള് മെയിനായിട്ട് നമുക്ക് കെമിക്കലൊക്കെ ചെയ്യാത്ത വീടുകള് നമ്മളങ്ങനെ കഴിയാത്ത ആളുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അവർ പിന്നെ അതിന്റെ ശ്രദ്ധയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ആളുകളൊക്കെ എന്തായാലും മാക്സിമം പിന്നെ ഇത് ഒഴിവാക്കേണ്ട കുറെ മെത്തേഡുകളുണ്ട്. ചില ചുമരിന്റെ സൈഡിൽ കൂടെ ഒക്കെ വരുന്നതിന് നമുക്ക് പിന്നെ ഒരു ഗ്യാരണ്ടിയും കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെങ്കിൽ ഈ വീടിന്റെ ഒക്കെ ചില ഭാഗങ്ങൾ കോണിന്റെ അടിയിലൊക്കെ പിന്നെ ഈ ടൈൽസിന്റെ അല്ലെങ്കിൽ ഗ്രാനൈറ്റിന്റെ ഒക്കെ ഗ്യാപ്പ് കൂടിയൊക്കെ വരും. 2 ജോയിന്റ് നിൽക്കുന്ന ജോയിന്റിന്റെ ഇടയിൽ കൂടെയൊക്കെ കയറി വരാം. അപ്പൊ അതിനൊക്കെ ടൈൽസ് ഒക്കെ ആണെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടൈൽസിന് എപ്പോക്സി ഇടാൻ മാക്സിമം ഗ്യാപ്പ് ഇല്ലാതിരിക്കും. പിന്നെ അതിന്റെ ഇടയിൽ കൂടെയാണ് പിന്നെ സാധനം മാക്സിമം എന്തായാലും അതിന്റെ അടി നമ്മൾ കാണൂല്ലോ വിചാരിച്ചിട്ട് അങ്ങോട്ട് ഒഴിച്ചു വിടുന്നതാണ്. അതിന്റെ അടി കൂടെ അതേമാതിരി കിച്ചന്റെ ചിമ്മിനിന്റെ അടി മറ്റേ അടുപ്പിന്റെ അടി വിറകിടൂടെയൊക്കെ വന്നിട്ട് ഈ കിച്ചന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മളത് തീരെ ശ്രദ്ധിക്കാത്ത ഭാഗങ്ങളാണ്. അപ്പൊ അവിടെയൊക്കെ മാക്സിമം നമ്മൾ ഗ്യാപ്പുകളൊക്കെ പിന്നെ ഫ്ലോറിംഗ് കാണാത്ത ഭാഗമാണ് എപ്പോഴും ഫില്ല് ചെയ്തത്. കാണുന്ന ഭാഗം എപ്പോഴും ചെതലിനെ പേടിക്കുന്നുണ്ടെങ്കിൽ പേടിക്കുന്നുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. അപ്പോ പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുമ്പോൾ വീട് പണി തുടങ്ങുന്ന ആളുകൾ ഈ സ്റ്റേജിൽ, അതായത് തേപ്പും ഫ്ലോറിങ്ങും നടക്കാത്ത കണ്ടീഷനിൽ ഇതുപോലെ ഇപ്പൊ നമ്മൾ ഈ സൈറ്റിൽ കണ്ട പോലെ തന്നെ നമുക്ക് വർക്ക് എടുക്കാം. ഒരു കുഴിയൊക്കെ കുത്തി നമുക്ക് അതിന്റെ കെമിക്കലൊക്കെ പാർന്ന് സൈഡിൽ കൂടി ചുമരുമ്പോ കൂടിയും എല്ലാ സംഭവത്തിനും പാർന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് ഒരു ഇതും വരില്ല എന്നുള്ളത് 100% നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. അതാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം കഴിഞ്ഞ വർക്കുകൾ, അതായത് 10 വർഷം ആയ വീടുകൾ ചെതലിന്റെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ചെതലുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ചെതൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, സൈഡിലൊക്കെ ഡ്രില്ല് ചെയ്ത് അങ്ങനെ വേറെ സൈറ്റ് ഉണ്ട്, ഞാൻ പോയി കണ്ടതാ. സൈഡൊക്കെ ഡ്രില്ല് ചെയ്ത് ഒരു ഹോൾ കുത്തി അതിലേക്ക് ഈ കെമിക്കൽ അടിച്ചിട്ട് പിന്നെ ചെതൽ വരില്ല എന്നുള്ളത് 100% ഒരു ഗ്യാരണ്ടി വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ആവശ്യം എന്താ വെച്ചാൽ ഇത്ര ആളുകൾക്ക് ഈ ചെതലുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഉണ്ടാവും, 100% ഉണ്ടാവും. ഇപ്പൊ നമ്മളെ ഭൂമിയിലുള്ള സംഭവങ്ങളാണ്, മണ്ണാവുമ്പോൾ ഉണ്ടാവും. അപ്പൊ എന്തായാലും ഇങ്ങനത്തെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹം നമ്പർ താഴെ കൊടുക്കാം. ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നേരിട്ട് കോൺടാക്ട് ചെയ്ത് എല്ലാ സംശയങ്ങളും എല്ലാവിധ സംശയങ്ങളും ഇദ്ദേഹം തീർത്തു തരും. എന്തെങ്കിലും ആവശ്യങ്ങൾ തുടക്കക്കാര് അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ വീടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഡൗട്ട് ചോദിച്ചറിയാം എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ചെറിയ ഇതൊക്കെ എന്താ തട്ടിൽ എന്തായാലും ചെതല് കുടിക്കും. അപ്പൊ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യാം. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ പരിചയപ്പെട്ടു, വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന്റെ നമ്പറാണ് ഒരിക്കൽ കൂടി പറയാൻ താഴെ കൊടുക്കാം. ഇദ്ദേഹത്തെ ഏത് സമയത്ത് വിളിച്ചാലും കിട്ടും. അപ്പൊ എന്തായാലും
അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.